കാസർകോട്ടെ വിമത പ്രശ്നം പരിഹരിക്കാനാവാതെ UDF. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 17 വാർഡുകളിൽ 7 ഇടത് വിമത സ്ഥാനാർത്ഥികളുണ്ട്. പടന്നയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരിക്കുന്നു. സാരംഗ് സുരേഷ് വിശദാംശങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഈ വിമത പ്രശ്നം നേരിടാൻ കഴിയാതെയാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇതേതായാലും പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല, അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് UDF സംവിധാനത്തിനകത്ത് വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ, ഭീഷണികളും ഭിന്നതകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് എന്നത് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസ് വിമതരെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതരും ചേർന്നുള്ള സഖ്യം അവിടെ ഭരണം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് കോടതി പലരെയും അയോഗ്യരാക്കിയതിനു ശേഷമാണ് വീണ്ടും UDFന് അവിടെ ഭരണത്തിൽ എത്തിച്ചേരാനായത്. അന്ന് ഉണ്ടായ അതേ രാഷ്ട്രീയ സാഹചര്യം തന്നെ വീണ്ടും ഈസ്റ്റ് എളേരി പഞ്ചായത്തിനകത്തുണ്ടാവുന്നു. ജെയിംസ് പന്തമാക്കൻ കഴിഞ്ഞ ദിവസം DCC ഓഫീസിനകത്ത് ഇത്തരത്തിൽ പോഷക സംഘടനാ നേതാക്കളുമായി നേരിട്ട് സംഘർഷത്തിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഇത്തരത്തിൽ 4 വിമതരെ രംഗത്തിറക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവ് 3 വിമതരെ കൂടി രംഗത്തിറക്കി ഔദ്യോഗിക നേതൃത്വത്തിന് വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പടന്ന പഞ്ചായത്തിനകത്ത് UDF സംവിധാനം പൂർണ്ണമായി തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒരേ വാർഡിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികൾ രാജിവെച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മോത്തി, ശരി. സാരംഗ് സുരേഷ് ആണ് വിശദ വിവരങ്ങൾ നൽകിയത്.